ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ മിസ്റ്റർ കണ്ണൂരുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ജാമിദ ടീച്ചർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ്. എന്ത് രസമായിട്ടല്ലേ അവൻ ജാമിദ ടീച്ചർക്ക് ആ മറുപടി കൊടുക്കുന്നത്. ഞാൻ ഇവന്റെ മിക്ക വീഡിയോയും കാണാറുണ്ട്. എല്ലാറ്റിനും നല്ല തന്റെ ഇടത്തോടെയുള്ള ഒരു മറുപടിയാണ് അവൻ കൊടുക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോ ഇത് വിശ്വാസികൾ പറയുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു താക്കീതാണ്, പദപ്രയോഗം. ഇതേടെ ടീച്ചറെ ഒരു വിവരവും ഇല്ലല്ലോ, കൊറേ ആൾ കണ്ടിട്ട് കുറവും കൈനോക്കൊന്നും ഇരിക്കുന്നതിനോട്ട് ഇങ്ങനെ ഈ ഇരുത്തം തന്നെയാണോ ഉള്ളൂ. ഇല്ലെന്തോ വരുമാനമെല്ലാം ഉണ്ടാ. ആകെ 40-40 ആളല്ല വ്യൂവേഴ്സ് എല്ലാം ഉള്ളൂ. മതവും വർഗീയതയെല്ലാം പറഞ്ഞിട്ടു ഒരു മെച്ചമില്ലെങ്കിൽ RSSന്റെ ശാഖയിലാട്ടം പോയിട്ട് ഒന്ന് ഇരുന്ന് നോക്ക്. ചിലപ്പോൾ ആടുന്ന് എന്തെങ്കിലും കൂലി കൂടുതൽ കിട്ടും. പറ കേക്കട്ടെ, എന്താ വിഷയം എന്റെ മോളെ? നിങ്ങൾ എന്നെ തെറി പറഞ്ഞോ, വിഷയമൊന്നുമില്ല. അങ്ങനെ തെറി പിന്നെ എനിക്ക് പുത്തരിയല്ലോ, പാരമ്പര്യമായിട്ട് ഇനി കേൾക്കുന്നുണ്ടല്ലോ. ഹജറുൽ അസ്വദിനെ കുറിച്ച് നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. അതെല്ലാം തീരുമാനിക്കുക ഇസ്ലാം മതവിശ്വാസികളുണ്ട്. എന്റെ റോളെന്നാ ഞാരാ അല്ലെ, എനിക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ അറിവുള്ളത് അതൊന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ പെങ്ങളോ ആരാ? ഇവിടെ വിശ്വാസം ഒരു പ്രശ്നമാണ്. വിശ്വാസവും മതവും ഇവിടെ എങ്ങനെ പ്രശ്നമാവുക? ഇവിടെ ഇനി താമസിക്കുന്ന കേരളത്തില് ഹിന്ദു മതസ്ഥരില്ലേ, ക്രിസ്ത്യൻ മതസ്ഥരില്ലേ? അപ്പൊ മുസ്ലിമിന്റെ വിശ്വാസവും ഇസ്ലാം എന്ന മതവും ഇത് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. ഇന്റെ ഈ വായിന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഇനി നാളെയാണ് ലോട്ടറി ടിക്കറ്റിന് വിളിക്കുന്നതിൻ്റെ തൊട്ട് യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് 4 വീഡിയോ റീച്ചായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചക്കും വേണ്ടി കാത്തു നിന്ന് ഇനി ഇന്റെ ഈ ചാനലിൽ എന്തുകൊണ്ട് ഹിന്ദുക്കളെ പറ്റിയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇനി ക്രിസ്ത്യാനികളെ പറ്റിയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നില്ല? 1000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് അമ്മണി ആളെ നോക്കാണ്ട് കാറ്റും. ഓക്കൊരു അന്തസ്സുണ്ട്. അവിടെ മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. ഓക്കെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത് തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാനാണ്. പാപങ്ങൾ കഴുകാനും മനുഷ്യനായി കഴിഞ്ഞാൽ പാപങ്ങൾ ഒരുപാട് ചെയ്യുമെന്നുള്ളതും ഖുർആനിലും ഹദീസുകളിലും പറയുന്നതാണ്. അത് പൊറുപ്പനാണ് അള്ളാഹ് എന്ന് പറയുന്ന ഒരു ദൈവം. നീ അള്ളാഹിനെക്കാട്ടും വലിയ ആളായിട്ട് പ്രസംഗിക്കൊന്നും കണ്ട, എനിക്ക് പൊന്തുന്ന കാര്യം മാത്രം സംസാരിക്കും. ഹജറുൽ അസ്വദ് മുത്തം പോകുന്നുണ്ടെങ്കിൽ പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ കേട്ടിട്ടില്ലേ പാട്ട്? എന്തിനാ സ്വാമിമാർ മലക്ക് പോകുന്നത്? ഓരോരുത്തര വിശ്വാസമാണ്. എനിക്ക് കഴിയെങ്കിൽ ഈ യൂട്യൂബ് ചാനലെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് രാവിലെ ഒരു 9 മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് തിരിച്ചിങ്ങി വരുന്ന കുടുംബശ്രീന്റെ കണ്ടക്കൊത്തനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ട്, അതിൽ പോയി ചെയ്തു. അതിന് 2-3 ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തമ്മാമൽ തെറ്റിച്ചിട്ടു മതം പറഞ്ഞിട്ടല്ല ഇന്റെ മക്കൾക്ക് ഇനി ഭക്ഷണം മേടിച്ചു കൊടുക്കണം.